ഈ IPL സീസണിൽ കളി കണ്ടിരിക്കുമ്പോൾ വെറും 5 മിനിറ്റിൽ തയ്യാറാക്കുന്ന ഒരു മാജിക് ബനാന മിൽക്ക് ഷേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അപ്പോൾ ഇത് നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഒരു ഇത്തിരി മിൽക്ക് മെയ്ഡ് ഒഴിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിൽ അൺഹെൽത്തി ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിതാ ചെറുപഴം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ചെറുപഴം ചെറുതായി കട്ട് ചെയ്ത് അവിടെ മാറ്റി വെച്ചു. ഞാനിപ്പോൾ അത് ഒരു 4 ചെറുപഴം വെച്ചിട്ടാണ് കേട്ടോ ഇതുണ്ടാക്കുന്നത്. എത്ര പഴം നമുക്ക് എത്ര ആവശ്യമെന്ന് വെച്ചാൽ അത്രക്ക് എടുക്കുക. ഇനിയിപ്പോൾ ഈ കട്ട് ചെയ്ത് വെച്ച ചെറുപഴം നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ട് കൊടുക്കാം കേട്ടോ. ഇതാ കൂടെ തന്നെ 3 അണ്ടിപ്പരിപ്പും ഒരു 3 ബദാമും ഒന്ന് വെള്ളമൊഴിച്ചങ്ങാണ്ട് കുതിർത്ത് വെച്ചതാണ്, അതും കൂടെ അതിലിട്ട് കൊടുക്കുക. പിന്നെ ഇതാ മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര ചേർക്കണില്ല, അതിന് പകരം നമ്മൾ ഈത്തപ്പഴം കേട്ടോ. അപ്പോൾ ഇത് ആണ് ഞാൻ ഹെൽത്തി ആണെന്ന് പറഞ്ഞത്, നമ്മൾ പഞ്ചസാര ചേർക്കണില്ല. പിന്നെ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ഇത്തിരി മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുത്തു എന്നുള്ളത് ഒഴിച്ചാൽ നല്ല ഹെൽത്തി റെസിപ്പിയാണ് കേട്ടോ അത്. ഇനി ഇത് അതിൽ ഒരു ഗ്ലാസ് പാലെടുത്ത് അതും കൂടെ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പാലയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ തിക്നെസ് എത്രയെന്ന് വെച്ചാൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാണ് ഞാൻ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്തു എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതൊരു നിർബന്ധമല്ല, ഇത് ഒഴിച്ചു കൊടുക്കുക വേണ്ട. ഈ ഈത്തപ്പഴം പഴം ഇട്ട് കൊടുത്താൽ തന്നെ അത്യാവശ്യം മധുരമുണ്ട്. ഇനിയിപ്പോൾ ഇതിലൊരു 2 സ്പൂൺ ഹോർലിക്സും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. ഹോർലിക്സ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തതാണ്. പിന്നെ ഒരു 4 ഐസ് ക്യൂബും കൂടെ അതിലിട്ട് കൊടുത്തു. ഇനിയിപ്പോൾ ഒരു സ്പൂണ് വാനില എസൻസും കൂടെ അതിലൊഴിച്ചു കൊടുത്തു കേട്ടോ. ഇനി ഇതാ എല്ലാ ഐറ്റംസും കൂടെ ഒരുമിച്ചിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ അടിപൊളി ബനാന മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇത് ഗ്ലാസ്സിൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഒരു 3 ഐസ് ക്യൂബും കൂടെ ഗ്ലാസ്സിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ അധികം തണുപ്പ് കിട്ടും. ഫ്രിഡ്ജിൽ വെച്ച് കണ്ട് അധികം നേരം തണുപ്പിക്കൊന്നും വേണ്ട. ഇനിയിപ്പോൾ ജ്യൂസ് അതിലൊഴിച്ച് കൊടുക്കുക. അപ്പോൾ നല്ല അടിപൊളി ബനാന മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്, അധികം ഇൻഗ്രീഡിയൻസും വേണ്ട. നമ്മളെ വീട്ടിൽ ചെറുപഴമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ കളിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈം ഇത്തിരി നേരം മതിയല്ലോ ഉണ്ടാക്കാനും. അപ്പോൾ ചെറുപഴം കിട്ടുമ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാൻ മറക്കണ്ട. ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ കമൻ്റ് ആയിട്ട് അറിയിക്കുക. ഈ ചാനലിൽ ഞാൻ കുഞ്ഞു റെസിപ്പീസുകളും നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പീസുകളാണ് ഞാൻ ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും സമയം കിട്ടുമ്പോഴൊക്കെ ചാനലിൽ കയറിയിട്ട് റെസിപ്പീസുകളൊക്കെ ഒന്ന് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ഒന്ന് ചെയ്യണം കേട്ടോ.